എന്റെയും നിങ്ങളുടെയും മാതാവിന്റെയും പിതാവിന്റെയും അനുവാദം ചോദിച്ചുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും പുറത്തിറങ്ങി പോകാറുള്ളത്? ഞാൻ ചോദിക്കട്ടെ, പ്രോഫ്കോണിന് ഇന്നലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എത്ര പേരുണ്ട് വീട്ടിലെ ഉമ്മയോട് കൈകൊടുത്ത് സലാം പറഞ്ഞ് ആ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച് ഇറങ്ങിപ്പോന്നവർ എത്ര പേരുണ്ട് സഹോദരങ്ങളെ? ആലോചിക്കാൻ പറ്റുന്നില്ലല്ലേ? ഉമ്മാന്റെ മുഖത്തൊരു ഉമ്മ വെക്കുക, ഉമ്മാന്റെ കൈ പിടിച്ച് ഒന്ന് ഷെയ്ക്കൻഡ് ചെയ്യുക പറ്റുന്നില്ലല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? ആ മാതാപിതാക്കളാണ് സ്വർഗത്തിന്റെ മധ്യ കവാടം. എന്ത് സഹിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ അവർ നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിലേകത്തേക്ക് പ്രസവിച്ചത്? നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം തന്നെ എന്താണ്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണമായി, പ്രയാസത്തിന് മേൽ പ്രയാസമായി അവര് നമ്മളെ ഗർഭം ധരിക്കുന്നു. ഒന്ന് നടക്കാനോ, ഒന്നിരിക്കാനോ, ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ, യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിൽ 9 മാസവും 10 ദിവസവും കഷ്ടപ്പെട്ട് ലേബർ റൂമിൽ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും നുറുങ്ങിപ്പോകുന്ന വേദനകൾ അനുഭവിച്ച് ഈ ലോകത്തേക്ക് നമ്മളെ പ്രസവിച്ചിട്ട് 2 കൊല്ലം അമ്പിഞ്ഞ പാല് നൽകി ദിവസങ്ങളോളം വർഷങ്ങളോളം നമ്മളൊന്ന് വളർന്നു വലുതാകാൻ വേണ്ടി കാത്തിരുന്ന ആ പ്രിയപ്പെട്ട മാതാവിന്റെ സ്നേഹത്തിന് പകരമായി എന്റെ പ്രൊഫോണിലെ പ്രിയപ്പെട്ടവരെ എന്താണ് തിരിച്ചു നൽകാനുള്ളത്? എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്താ മാതാവിന് തിരിച്ചു നൽകാനുള്ളത് അറിയോ? ദിവസങ്ങൾക്ക് മുമ്പ് ടിവിയിൽ വന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു അമ്മ, എന്താ അമ്മയുടെ സ്ഥിതി എന്നറിയോ? മുന്നിൽ കിടക്കുന്ന ശരീരം മുഴുവനും അനക്കാൻ പടിയാത്ത രൂപത്തിൽ ശരീരം മുഴുവനും തളർന്നുപോയ തടിച്ച തലയുള്ള ഒരു ചെറിയ കുട്ടിയുടെ അമ്മയുമായിട്ടായിരുന്നു ചർച്ച. ആ കുട്ടി അവിടെ കിടക്കുന്നുണ്ട്. ആ അമ്മ പറയുന്ന വേദനയാർന്ന ചില കഥകളുണ്ട് സഹോദരങ്ങളെ. എന്താണെന്നറിയോ? ഒരു മാതാവിന്റെ വേദനകളും ഒരു മാതാവിന്റെ സ്നേഹവും ഒരു മാതാവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയും തിരിച്ചറിയണമെങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം. ആ മാതാവ് പറഞ്ഞൊരു വാക്കെന്തറിയോ? എന്റെ മകൻ, ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് ജോലി ചെയ്യുമ്പോൾ എന്റെ മകൻ എന്നെ വിളിക്കും. കുറെ നേരം വിളിക്കുമ്പോ എനിക്ക് അവിടേക്ക് ശബ്ദം കേൾക്കുകയില്ല. അവസാനം ഞാൻ വിളി കേട്ട് എന്റെ മകന്റെ അടുക്കലേക്ക് വന്നാൽ എന്റെ മകൻ എന്നോട് പറയും, അമ്മേ എനിക്കൊരിത്തിരി വെള്ളം തരണം എന്ന് പറയും. അമ്മ അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് മകന്റെ അടുക്കലേക്ക് വന്നാൽ അവൻ കാർക്കിച്ച് അമ്മയുടെ മുഖത്ത് തുപ്പും. അമ്മക്കറിയാം, ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയാ, എന്റെ മകൻ എന്നോട് ഗ്ലാസ്സിൽ ഒരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാനാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ എന്റെ മകനെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ മകനെ ആദരിക്കുന്നു, ഞാൻ എന്റെ മകനെ ബഹുമാനിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിച്ച് തരാത്തതിന്റെ പേരിൽ ചീത്ത പറഞ്ഞവർ എത്ര പേരുണ്ട്? സ്വന്തം കൂട്ടുകാരന് വേണ്ടി മാതാവിനോട് കളവ് പറഞ്ഞവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. മാതാപിതാക്കളോടുള്ള കടമകളും മഹത്വങ്ങളും അവർക്ക് ചെയ്യേണ്ട കടമകളും വിശദീകരിച്ചാലും അവസാനിക്കാത്തതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വഖ്ഫിദ് ലഹുമാ ജനാഹത്തുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ നിവർത്തിയിട്ട് കൊടുക്കണം. സഹോദരങ്ങളെ, അവര് ജീവിതത്തിന്റെ സായം സന്ധ്യയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്കൊന്ന് സാന്ത്വനമായി, അവർക്കൊന്ന് സമാധാനമായി ഒന്ന് അടുത്തു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സമയമുണ്ടാകണം. പ്രൊഫഷണൽ രംഗത്ത് വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടു പോകുമ്പോൾ മാതാവിനെ മറക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, സമൂഹത്തിന്റെ ഇടയിൽ മാന്യമായ ജീവിതം നയിക്കുമ്പോ പെറ്റ ഉമ്മയെ തനിക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും പ്രവാസ ജീവിതത്തിലൂടെ നേടിത്തന്ന സ്വന്തം മാതാവിനെയും പിതാവിനെയും നമ്മൾ മറക്കാൻ പാടില്ല. അവരുടെ അടുക്കലേക്ക് നമ്മളൊന്ന് ചെല്ലണം. എടുത്ത് എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു സാഹചര്യം വന്നിരുന്നു സഹോദരങ്ങളെ. എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് കുറച്ച് വൈകിട്ടായിരുന്നു. അവിടെ ഞാൻ എത്തി മാതാവിന്റെ തലയിലേക്ക് കൈവച്ച് എന്റെ മടിയിലേക്ക് ആ മാതാവിനെ കിടത്തി ആ മാതാവിന്റെ തലയിലൂടെ എന്റെ കൈ ഓടിച്ച് ആ മാതാവിന്റെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തപ്പോ ആ കണ്ണൊന്നു വന്നൊരു കണ്ണീരില്ലേ, അതെനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. അല്ലാഹ്